രണ്ട് വിഭാഗമുണ്ട് എന്റെ സമൂഹത്തിൽ, ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല, രണ്ടുപേരും നരകത്തിലാണ്. ഞാൻ കാണാത്ത രണ്ട് വിഭാഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൗമുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖർ, ഖൗമുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖർ, പശുവിന്റെ വാലുപോലെ ചാട്ടവാറുകൊണ്ട് ജനങ്ങളെ അടിക്കാൻ വരുന്ന നിയമപാലകന്മാർ, പ്രഹരിക്കുന്ന പോലീസുകാർ, അടിക്കുന്ന പോലീസുകാർ, മനുഷ്യന്മാരടിക്കുന്നവർ, മനുഷ്യന്മാരെ ശാരീരിക വേദനിപ്പിക്കുന്നവർ, അങ്ങനെ ചാട്ടവാറുകൊണ്ട് മനുഷ്യന്മാരെ അടിക്കുന്ന ഒരു വിഭാഗം ഇനി വരാനുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ലെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ഒരു കൂട്ടരുമുണ്ട്, വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാത്ത്, വസ്ത്രം ധരിച്ചു എന്ന് പറയാം, പക്ഷേ ആരിയാതുൻ അവർക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്, ശരീരം മുഴുവനും കാണിച്ചു നടക്കുന്നതിന് തുല്യമാണ്. ടൈറ്റ് ഫിറ്റായ വസ്ത്രം ധരിച്ച്, ട്രാൻസ്പാരന്റ് ആയ വസ്ത്രം ധരിച്ച്, തൊലിനിറം കാണുന്ന വസ്ത്രം ധരിച്ച് പെണ്ണുങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ലമ്മറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബികൾ അവരെ കണ്ടിട്ടില്ല. കാസിയാത്തുൻ അവർക്ക് വസ്ത്രമുണ്ട്, പക്ഷേ ആരിയാത്തുൻ വസ്ത്രമില്ലാത്തവരാണ്. മായിലാത്ത് പുരുഷന്മാരിലേക്ക് കൊഞ്ചിക്കുഴയുന്നവരാണ്. മുമീലാത്തുൻ പുരുഷന്മാർ തങ്ങളിൽ ആകർഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന നടക്കുന്ന നടത്തവും പെരുമാറ്റവുമുള്ളവർ. ലാ യദ്ഖുൽനൽ ജന്ന റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ തലമുടി കെട്ടിവെച്ച് മേലോട്ട് ഉയർത്തിവെച്ച് കെട്ടായി വെക്കുകയും, അങ്ങനെ ഒട്ടകം നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ പെണ്ണുങ്ങളുടെ തലമുടിയുടെ കെട്ട് മേലെ കെട്ടിവെച്ച കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലുമായി വരുന്ന കാലം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ വരാൻ പോകുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം പെണ്ണുങ്ങളുടെ വേഷമായി, അവരുടെ സംസ്കാരമായി, അവരുടെ മുടിയുടെ സംസ്കാരമായി മാറി തുടങ്ങിയിട്ടില്ലേ? അറബ് രാജ്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അറബ് പെണ്ണുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അങ്ങനെ മുടി ഇങ്ങനെ മേലോട്ട് വെച്ചിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ മേലെ നിൽക്കുന്ന പോലെ മുടിക്കെട്ട് മേലോട്ട് പർദ്ദ ധരിച്ചിട്ടുണ്ട്, മുടി കാണുന്നില്ല, പക്ഷേ ആ മുടിയുടെ സ്റ്റൈൽ എങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മേലോട്ട് കെട്ടിവെക്കുകയും, ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ആടുന്ന പോലെ മുടിയുടെ കെട്ടിങ്ങനെ മേലെങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങൾ അവർ പുരുഷന്മാരെ കുഴക്കാനും പുരുഷന്മാരെ വശീകരിക്കാനും ഇറങ്ങിത്തിരിച്ചവരാണ്. അവരുടെ ഫോൺ കോളുകളുടെ ലക്ഷ്യമതാണ്, അവരുടെ വിളികളുടെ ലക്ഷ്യമതാണ്, അവരുടെ നടത്തത്തിന്റെ ലക്ഷ്യമതാണ്, അവരുടെ വേഷത്തിന്റെ ഡ്രസ്സിന്റെ സ്റ്റൈലിന്റെ ലക്ഷ്യവും അതാണ്. ആരെങ്കിലും എന്നെ നോക്കണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്നവർ ലാ യദ്ഖുൽനൽ ജന്ന, ലോകത്തിന് സത്യം പഠിപ്പിച്ച ഗുരു അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അവർക്ക് സ്വർഗ്ഗമില്ല കേട്ടോ. വലാ യജിദിന റീഹഹാ, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം പോലും ഈ കൂട്ടർക്ക് ലഭ്യമല്ല. വ ഇന്ന റീഹഹാ ലതഫൂഹു മിൻ മസീറതി കദാ വകദാ, എത്രയോ ആയിരക്കണക്കിന് മൈലുകളിലേക്ക് സ്വർഗ്ഗത്തിന്റെ സുഗന്ധം, അതിന്റെ സൗരഭ്യം അടിച്ചു വീശും. അതൊന്നും ഈ ലജ്ജയില്ലാത്ത പെണ്ണുങ്ങൾക്ക് ലഭ്യവുമല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ ചേർത്ത് വായിക്കണം. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മരിക്കാൻ കിടക്കുമ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്റെ ശരീരം നിങ്ങൾ മറവു ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ഒരു പലകയിൽ എന്നെ കൊണ്ടുപോയാൽ, ആ പലകയിൽ എന്നെ കിടത്തിയാൽ, എന്റെ ശരീരം നിങ്ങൾ വസ്ത്രം കൊണ്ട് റാപ്പ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ നീളവും അതിന്റെ വണ്ണവും ഞാനൊരു പെണ്ണാണല്ലോ എന്നും വഴിയിലൂടെ നടക്കുന്ന ആണുങ്ങൾ കണ്ടുപോകില്ലേ? അതുകൊണ്ട് എനിക്ക് മരണം ഇഷ്ടമാകുന്നില്ല. എന്റെ ഉപ്പയെ കാണാൻ എനിക്ക് കൊതിയുണ്ട് താനും, പക്ഷേ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ പരന്ന ഒരു പലകയല്ലേ, ആ പലകയിൽ എന്നെ കിടത്തിയാൽ എന്റെ ശരീരം പുരുഷന്മാർ കാണില്ലേ എന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്ത ഹദീസ് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. മഹദി പറഞ്ഞു ഒരു വാക്ക്, അല്ല ഫാത്തിമ ബീവി, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട, എനിക്കൊരു ഐഡിയ ഉണ്ട്. എത്യോപ്യക്കാരായ ആളുകൾക്ക് മയ്യത്ത് കട്ടിലുകളുണ്ട്.
സൈഡിൽ പലകകളുള്ള വീഴാത്ത രീതിയിൽ പെട്ടിയായി കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ ഞാൻ എത്യോപ്യക്കാർക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കട്ടിൽ നിങ്ങൾക്കുണ്ടാക്കി തന്നാൽ പോരെ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് മഹദി അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ മരിക്കാൻ കിടക്കുന്ന 20 ചില്ലാനും പ്രായമേ ആയിട്ടുള്ള ഫാത്തിമ ബീവിക്ക് ആ മഹദിയാണ് പറഞ്ഞത്, അസ്മാ ആ കട്ടിലൊന്ന് എനിക്ക് കാണിച്ചു തരിൻ. ഏതാനും ഈത്തപ്പനയുടെ പലകകൾ കൊണ്ടുവന്ന് മയ്യത്ത് കട്ടിൽ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടിൽ, മയ്യത്തിനെ ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ അതായിരുന്നില്ല നബി തങ്ങളുടെ കാലത്ത്. ഒരു പലക മാത്രമാണ്. ഇന്നത്തെ മയ്യത്ത് കട്ടിൽ പോലത്തെ സൈഡുകളിൽ തടയുള്ള മയ്യത്ത് കട്ടിൽ. ആദ്യമായി ആ കട്ടിലിൽ ഖബറിലേക്ക് യാത്ര പോയത് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അവരാണ് തുടക്കം കുറിച്ചത്. എന്തിനെന്നറിയോ? എന്റെ ശരീരം മയ്യത്തായ എന്റെ ശരീരം കഫംപുട കൊണ്ട് പുതച്ചാൽ പോലും ആണുങ്ങൾ എന്നെ കാണില്ലേ, എന്റെ നീളം കാണില്ലേ, എന്റെ ശരീരത്തിന്റെ വണ്ണം അവർ കാണില്ലേ. ഇത് മോശമാണ്, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ആ മയ്യത്ത് കട്ടിലിന്റെ രൂപം കാണിച്ചു കൊടുത്തപ്പോഴാണ് അൽആന ത്വാബ ഖൽബി, എനിക്കിപ്പോൾ സന്തോഷമായി എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, വലം തുറ, അവരെ കാണപ്പെട്ടിട്ടില്ല, ളാഹികതൻ ബഅദ വഫാത്തി അബീഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉപ്പ അല്ലാഹുവിന്റെ റസൂൽ 6 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചതിൽ പിന്നെ ഒരിക്കൽ പോലും പുഞ്ചിരിക്കാത്ത ഫാത്തിമ ബീവി മയ്യത്ത് കട്ടിലിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, വെറും ഒരു പലകയിൽ കിടത്തിയിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പുഞ്ചിരിച്ചു എന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇന്ന സഅയകും ലശത്താ. എന്തൊരു വ്യത്യാസം! ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ പെങ്ങള്, ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ ഉമ്മമാർ, ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ യുവജനങ്ങൾ, ഇവിടെ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും. അസ്തിത്വം, ഇസ്ലാമിന്റെ തഖ്വയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോയാൽ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, നരകത്തിലേക്കുള്ള വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനേ, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, നന്മയേതാണ് തിന്മയേതാണെന്ന് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്, ഓർമ്മപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്, തദ്കീറുകളും തംബീഹുകളും നടക്കുന്നുണ്ട്. പക്ഷേ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത്? ഇത്രയേ വിഷയം. ഞാൻ ഇതെടുക്കണോ അതെടുക്കണോ? രണ്ടും നിന്റെ മുമ്പിലുണ്ട്, രണ്ടും മുമ്പിലുണ്ട്. അത് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ശരീരത്തെ നശിപ്പിക്കല്ലിൻ, ശരീരത്തെ നശിപ്പിക്കല്ലിൻ. ഈ ശരീരമുണ്ടെങ്കിലല്ലേ നിസ്കരിക്കാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ നോമ്പെടുക്കാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ സ്വതക്ക ചെയ്യാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ അള്ളാഹുവിന് വേണ്ടി ഒന്ന് കരയാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ ഖുർആൻ ഓതാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ അനുഭവിക്കാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ പറ്റൂ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അതുകൊണ്ട് നഫ്സിനെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ റൂഹിനെ നിങ്ങൾ തസ്കിയത്ത് ചെയ്തെടുക്കിൻ, പരിപോഷിപ്പിച്ചെടുക്കിൻ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിൻ. എന്റെ റബ്ബിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് ചിന്തിക്കിൻ. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എനിക്ക് മതി, ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. നരകത്തിലേക്ക് മനുഷ്യൻ ആപ്പതിച്ചു വീഴുകയാണെങ്കിൽ എന്തവനെ രക്ഷപ്പെടുത്താൻ വരും? ആരവനെ രക്ഷപ്പെടുത്താൻ വരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. സമ്പാദ്യം ജീവിക്കുന്നത് അതിനെന്ന പോലെ, ആകെ ജീവിക്കുന്നത് കച്ചവടത്തിന്, ആകെ ജീവിക്കുന്നത് വീടുണ്ടാക്കാൻ, ആകെ ജീവിക്കുന്നത് മക്കളെ കെട്ടിക്കാൻ. ഈ സമ്പാദ്യങ്ങളൊക്കെ നാളെ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തുപകാരം? വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. സ്വർണത്തിന്റെ ഒരു മോതിരം സ്വഹാബിന്റെ കയ്യിൽ കണ്ടപ്പോഴാണ് ആ മോതിരം വലിച്ചൂര്. സ്വർണം പുരുഷന് പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആ നരകത്തിന്റെ തീക്കനൽ നീ കയ്യിൽ വെക്കുകയാണോ, നരകത്തിന്റെ തീക്കനൽ ആഭരണമായി അണിയുകയാണോ എന്ന് പുരുഷനോട്, സ്വർണം ധരിച്ച പുരുഷനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചൂരി എറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പോയപ്പോ ചില ആളുകൾ പറഞ്ഞു, സ്വർണമല്ലേ അത് നിങ്ങൾക്ക് എടുത്തുകൂടെ? എനിക്കത് വേണ്ട. അള്ളാഹുവിന്റെ റസൂല് നരകത്തിലാണെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹലാലിനെ സ്വീകരിച്ചൊരു സ്വഹാബി. പക്ഷേ നമുക്കോ
പൈസ കിട്ടുന്ന വിഷയങ്ങളാണോ, എവിടെന്നോ എങ്ങനെയോ ആകട്ടെ, മത്സരിക്കണം, മറ്റുള്ളവനെ തോൽപ്പിക്കണം. അയൽപക്കക്കാരനെക്കാളും വലുതെനിക്ക്, എന്റെ സുഹൃത്തിനേക്കാളും ഷോപ്പുകൾ എനിക്ക്, അവനെക്കാളും വരുമാനം എനിക്ക്, അവനെക്കാളും സമ്പാദ്യം എനിക്ക് അവളെക്കാളും ആഭരണങ്ങൾ. ഈ മത്സരത്തോട് മത്സരം നടത്തിയിട്ട് എവിടെന്നാണ് ഈ പൈസ വരുന്നത്? ഹലാലാണോ ഹറാമാണോ?